ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി.കെ. കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മകൾ പി.കെ. ഷബ്ന. തന്റെ പിതാവ് മരിക്കാൻ കാരണമായത് UDF ഭരണകൂടമാണെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പി.കെ. ഷബ്ന പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്താന്ന് പറഞ്ഞാല് അച്ഛന്റെ അസുഖത്തിന് കൃത്യമായ ചികിത്സ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാർ നൽകാതിരുന്നത് കാരണമാണ് അച്ഛനെ അസുഖം മൂർച്ച് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. അന്ന് ഞങ്ങൾ ഓരോ തവണയും അച്ഛന് ചികിത്സ വേണം എന്ന് കോടതി കൊടുക്കുന്ന സമയത്ത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല, അതൊക്കെ വ്യാജമാണ് എന്ന് അവര് കോടതിയിൽ സമർപ്പിക്കുകയും ഒപ്പം അസുഖം അതിന്റെ വഴിക്ക് അങ്ങനെ നീങ്ങിപ്പോയി. പിന്നീട് LDF സർക്കാർ വന്ന സമയത്ത് കൃത്യമായ ചികിത്സയിലേക്ക് പോകുന്നത്. പക്ഷേ അച്ഛന്റെ അസുഖം അപ്പുറത്തേക്ക് കയ്യിൽ നിന്ന് നിയന്ത്രണ വിധേയമല്ലാതായി മാറിയിരുന്നു. ആ കാരണമാണ് അച്ഛൻ മരണപ്പെട്ടത്. സത്യത്തില് കൊന്നത് UDFന്റെ ഭരണകൂടമാണ്. പി.കെ. കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മകളുടെ പ്രതികരണം. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് കുഞ്ഞനന്തന്റെ മകൾ പറയുന്നത്? വേണു, RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരുന്നു പി.കെ. കുഞ്ഞനന്തൻ. പി.കെ. കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിലായിരുന്നു ഇത്തരമൊരു ദുരൂഹത ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. കുഞ്ഞനന്തൻ മരിക്കുന്നത് ഭക്ഷ്യവിഷബാധയേറ്റാണ് അദ്ദേഹം മരിച്ചത്. ഒപ്പം തന്നെ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പല സംഭവങ്ങളിലും പലരെയും കൊല്ലാൻ വേണ്ടി ചിലർ നിയോഗിക്കുന്നു. അങ്ങനെ ആ നിയോഗിക്കപ്പെട്ടവരിൽ നിന്ന് ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുമോ എന്ന ഭയമുണ്ടാകുമ്പോൾ അവർ കൊല്ലപ്പെടുകയാണ് പതിവ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KM ഷാജി പി.കെ. കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പി.കെ. കുഞ്ഞനന്തൻ്റെ മകൾ പി.കെ. ഷബ്ന രംഗത്ത് വന്നിരിക്കുന്നത്. പിതാവിൻ്റെ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല, കുടുംബം അത്തരത്തിലുള്ള ഒരു കാര്യത്തെ അംഗീകരിക്കുന്നുമില്ല. കൃത്യമായ ചികിത്സ നൽകണം എന്നുള്ള കാര്യം അന്നത്തെ UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യാജമാണ് എന്നാണ് അന്നത്തെ സർക്കാർ പറഞ്ഞത്. അതനുസരിച്ച് പി.കെ. കുഞ്ഞനന്തന് മതിയായ ചികിത്സ നൽകിയില്ല. വിദഗ്ധ ചികിത്സ നൽകണമെന്നുള്ള ആവശ്യം സർക്കാർ മുഖവിലക്കെടുത്തില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പി.കെ. കുഞ്ഞനന്തൻ്റെ ആരോഗ്യനില വഷളാകുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത് എന്ന കാര്യമാണ് മകൾ പറയുന്നത്. പി.കെ. കുഞ്ഞനന്തൻ്റെ മരണത്തിന് കാരണം UDF സർക്കാരാണ് എന്ന കാര്യവും മകൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ KM ഷാജി നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതികരണത്തിന് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി വന്നിരിക്കുന്നു. എന്നാൽ KM ഷാജി ഉൾപ്പെടെയുള്ളവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമോ, നിയമ നടപടി സ്വീകരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് പാർട്ടിയുമായി കൊണ്ട് ആലോചിക്കും. അങ്ങനെ പാർട്ടി ആലോചിച്ച ശേഷം തുടർന്ന് എന്തെങ്കിലും വിധത്തിലുള്ള മുന്നോട്ട് പോകേണ്ടതുണ്ട് എങ്കിൽ, നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ അത്തരം ഒരു തീരുമാനമെടുത്തിട്ടില്ല. പാർട്ടിയുമായി കൂടിയാലോചിക്കട്ടെ എന്ന കാര്യമാണ് പി.കെ. ഷബ്ന വ്യക്തമാക്കുന്നത്. ഏതായാലും ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിധത്തിൽ വരുന്നുണ്ട്. അതിനിടയിലാണ് KM ഷാജി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതിനാണ് ഇപ്പോൾ മകൾ മറുപടി നൽകിയിരിക്കുന്നത്. വേണു, ശരി. കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് KM ഷാജിയുടെ ആരോപണം തള്ളി കുഞ്ഞനന്തന്റെ മകൾ സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.